മേയർക്കെതിരെ മേയറുടെ ചേംബറിൽ പ്രതിഷേധിച്ച BJP കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അറസ്റ്റിന് വഴങ്ങണമെന്ന് നേതാവ് അടക്കം പറഞ്ഞിരുന്നെങ്കിലും അതിലൊരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. പല കൗൺസിലർമാരും ഇപ്പോഴും അറസ്റ്റിന് വഴങ്ങാതെ തന്നെ അവിടെ നിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് ആണ് ഇപ്പോൾ കൗൺസിലർമാരെ പോലീസ് അവിടെ നീക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഗേറ്റിന് പുറത്ത് ഇവരെ തടഞ്ഞിരുന്നു. പിന്നീട് കൗൺസിലർമാർക്ക് മാത്രം അകത്ത് കയറാമെന്ന് പറഞ്ഞതിന് പിന്നാലെ അകത്തേക്ക് കയറിയ BJP കൗൺസിലർമാരാണ് ചേംബർ മുമ്പ് പ്രതിഷേധിക്കുന്നത്. എന്നാൽ മേയർ അവിടെയില്ല. മേയർ പറഞ്ഞതുപോലെ നേരത്തെ അപകടം സംഭവിച്ചെടുത്തും ബീച്ച് ആശുപത്രിയിലുമൊക്കെയായി ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികളുടെ കാര്യങ്ങളുടെ തിരക്കിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണമായി പറയുന്ന 3 പേരുടെ ജീവനെടുത്ത അപകടത്തിന് കാരണക്കാർ കോർപ്പറേഷനാണെന്നും ഈ പറഞ്ഞതുപോലെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തകർത്ത് കളയാൻ നേരത്തെ തന്നെ പട്ടിക തയ്യാറാക്കിയ അല്ലെങ്കിൽ പൊളിച്ചു നീക്കാൻ പട്ടിക തയ്യാറാക്കിയ 8 കെട്ടിടങ്ങളിൽ ആദ്യത്തെ പരിഗണന നൽകുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് തകർന്നു വീണത്. പക്ഷേ ആ കെട്ടിടത്തിൽ സമീപകാലത്ത് പോലും പുതിയ സ്ഥാപനങ്ങളടക്കം വന്നു എന്നുള്ളത് യുക്തിയില്ലായ്മയാണ്. കാരണം പൊളിച്ചു നീക്കേണ്ട കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടെന്ന് കാണിച്ച് ഇത്തരത്തിൽ പുതിയ കെട്ടിടങ്ങൾ എങ്ങനെ വന്നു? വാടക മാത്രമാണ് കോർപ്പറേഷൻ ലക്ഷ്യമിട്ടതിനപ്പുറത്തേക്ക് ഈ കെട്ടിടത്തിന് സുരക്ഷയോ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവനോ പുല്ലുവിലയാണോ കോർപ്പറേഷൻ കൽപ്പിച്ചതടക്കമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ കൂടി കനക്കുകയാണ്. എന്തായാലും 3 പേരുടെ ജീവൻ പൊലിഞ്ഞ അപകടത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്നു. വീണ്ടും ഈ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ ഫിറ്റ്നസിനൊക്കെ ആര് പരിശോധിക്കും? ഫിറ്റ്നസിനൊക്കെ ആര് ഉത്തരം പറയും? ഇത്തരക്കാർക്ക് ഇത്തരത്തിൽ സർക്കാർ ഉടമസ്ഥയിലെ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് വേണ്ട തോന്നുമ്പോഴാണോ പ്രവർത്തനം നടക്കുമുള്ള ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ വിറകുപൊരിയുടെ ഷീറ്റ് ഒന്ന് നീട്ടിക്കെട്ടിയാൽ പോലും പല ചോദ്യങ്ങൾ ഉയരുന്ന നാട്ടിലാണ് കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് അങ്ങ് പഴകി ജീർണിച്ചിട്ടും ഒന്ന് പൊളിച്ചു മാറ്റാൻ തയ്യാറാകാതെ പുതിയ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുത്ത് നിർബാധം പ്രവർത്തിക്കാൻ അനുമതി നൽകിയെന്ന ആക്ഷേപവും വിമർശനങ്ങളും ഉയർന്ന മണിക്കൂറുകൾ കൂടിയാണ്. നിഖിൽ പ്രമേശ്, നിഖില് ഈ പറഞ്ഞതുപോലെ വഴങ്ങണമെന്ന് നേരത്തെ BJPയുടെ ഉന്നത നേതാവ് തന്നെ പറഞ്ഞത്. പക്ഷേ കൗൺസിലർമാർ ശക്തിയായി അവിടെ ഇടം പിടിക്കുകയാണ്. അറസ്റ്റ് കൈവരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകർ ഈ പശ്ചാത്തലത്തിൽ അവരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നേരത്തെ പോലീസ് ഇവരോട് ക്ഷമാപൂർവ്വം മാറണം, അതായത് അനുരഞ്ജനപൂർവ്വം ഇവിടുന്ന് മാറണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും BJP നേതാക്കൾ ഇതിന് തയ്യാറാകാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് അവരെ ഇവിടെ നിന്ന് നീക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ട് വനിതാ കൗൺസിലർമാരെ നീക്കണമെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വേണം. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെ വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മേയറുടെ ചേംബറിന് മുന്നിൽ, അദ്ദേഹത്തിന്റെ ടേബിളിന് മുന്നിൽ കറുപ്പ് തുണി വിരിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാഴ്ചയാണ്, കൗൺസിലർമാരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നിലയ്ക്കും അറസ്റ്റിന് വഴങ്ങില്ല എന്നാണ് അവർ പറയുന്നത്. മേയറോട് ഞങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കണം. 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിന് മറുപടി പറയണ്ടേ മേയർ? ഞങ്ങൾക്ക് അറിയണ്ടേ? കൗൺസിലിൽ ഞങ്ങൾ കെട്ടിടത്തിന്റെ അനാസ്ഥയെ പറ്റിയിട്ടെല്ലാം ഞങ്ങൾ പറഞ്ഞതാണ്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിലയ്ക്കും അറസ്റ്റിന് വഴങ്ങില്ല എന്നാണ് അവർ പറയുന്നത്. വന്നിട്ടുള്ളത് പക്ഷെ നിങ്ങൾ പോലീസുകാരടക്കം എല്ലാവരും അവിടെ ഗേറ്റിന്റെ ഞങ്ങൾ തടഞ്ഞു. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന പ്രവേശന കാലം എന്ത് അവസ്ഥയിലാണ് നിങ്ങൾ അടച്ചിടുന്നത്? നമ്മൾ സംയമനപരമായി സംസാരിക്കാനാണ് വരുന്നത്. ഉച്ചവരെ നമ്മളെ മേയറെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പോൾ മേയർ ഇവിടുന്ന് ഒളിച്ചോടി പോവുകയാണോ വേണ്ടത്? ഇതാണോ നമ്മൾ പച്ചക്കൊള്ളനെ പഠിപ്പിക്കുന്നത്? അതാണിപ്പോൾ മേയർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ അറസ്റ്റ് വരിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായി BJP കൗൺസിലർമാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പശ്ചാത്തലത്തിൽ അവരിവിടെ മേയറുടെ ചേംബറിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. വനിതാ പോലീസിന്റെ സാന്നിധ്യം കുറവാണ്. അപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പോലീസ് പലകുറി ഒരു അനുരഞ്ജനത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അവരുമായി സംസാരിക്കുകയാണ്. അറസ്റ്റിന് വഴങ്ങണം, മേയറുടെ ചേംബറിൽ അധിക സമയം നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ BJP കൗൺസിലർമാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ നമുക്ക് മേയറുടെ ചേംബറിൽ കാണാൻ കഴിയുന്നത്. സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രതിഷേധം നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയാണ്. ഇപ്പോൾ 3 ആളെ കൊന്നിട്ട് ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? വന്നോക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് വലിച്ചു കൊണ്ടുപോകല്ലേ? ആരും പണം പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാനാ കൊടുത്തത്. അല്ല സാറേ ഒന്ന് പറയട്ടെ. ഇത് പൊതുജനങ്ങൾ ആക്സസ് ഉള്ള തല കൗൺസിലർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? അത് പറ. കൗൺസിലർ ആയിക്കോട്ടെ സാറേ, ഞങ്ങൾ പോകും.
നിങ്ങൾ ഇന്ന് പോകും സാറേ, നിങ്ങൾ ഇന്നിത് പോകും. നാളെ ഇല്ല, തീരല്ല. ഇപ്പോൾ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുവിനെ ഇവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കൗൺസിലർമാർ ഓരോരുത്തരെയായി, വനിതാ കൗൺസിലർമാർ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഒരു നിലയ്ക്കും പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് അവർ നിലയുറപ്പിക്കുന്നത്. മേയർ നേരിൽ കണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച ശേഷമേ ഇവിടെ നിന്ന് മടങ്ങൂ എന്നുള്ളതാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്ന കാര്യം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുപാടധികം സമയം ഈ മേയറുടെ ചേംബറിൽ അവർ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതുവരെ ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഓരോരുത്തരെയായി, ഇവിടുന്ന് വനിതാ കൗൺസിലർമാരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് കോൺഗ്രസ് കൗൺസിലർമാരും സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.